2025 സെപ്റ്റംബർ 7 ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു ദിനമാണ്. 2 യുവ വ്യക്തികള് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസും വാഴ്ത്തപ്പെട്ട പിയർ ജോർജ് പ്രസാന്തിയും. 2 യുവജനങ്ങള് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സുന്ദര സുദിനം. ഒപ്പം തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ലയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രഖ്യാപനവുമാണ് ഇത്. ഈ 2 വ്യക്തിത്വങ്ങളും ഈ ഭൂമിയിൽ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ജീവിച്ചിരുന്നത്. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസ് 15 വർഷവും വാഴ്ത്തപ്പെട്ട പിയർ ജോർജ് പ്രസാന്തി 25 വർഷവും മാത്രം. വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസിന്റെ ജീവിതത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നാം എല്ലാവരും ഒറിജിനലായി ജനിച്ചവരാണ്. പക്ഷേ പലരും ഫോട്ടോ കോപ്പികളായി മരിക്കുന്നു. ഒരു പകർപ്പാകരുത്. ദൈവം നിങ്ങൾ ആകണമെന്ന സ്വപ്നം കണ്ട വ്യക്തിയാകുക. ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വെറും 15 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ഇന്റർനെറ്റിന്റെ മധ്യസ്ഥൻ എന്ന് വിളിപ്പേരുള്ള കാർലോ അക്യൂട്ടസ് 1991 മെയ് 3 ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ഇറ്റാലിയൻ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു. ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ജനിച്ച അദ്ദേഹം വളർന്നത് ഇറ്റലിയിലെ മിലാനിൽ. 2006 ഒക്ടോബർ 12 12 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ രക്താർബുദം അഥവാ ലുക്കീമിയ ബാധിച്ച് അദ്ദേഹം മരിച്ചു. 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ഇന്നിതാ 2025 സെപ്റ്റംബർ 7 ലയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു. എന്താണ് കാർലോ അക്യൂട്ടസിനെ അതുല്യനാക്കുന്നത്? ഇന്റർനെറ്റിന്റെ മധ്യസ്ഥൻ എന്ന വിളിപ്പേരുള്ള അദ്ദേഹം ഡിജിറ്റൽ യുഗത്തിൽ വിശുദ്ധി എങ്ങനെ കൈവരിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം വിശുദ്ധി വിദൂരമല്ല എന്ന് കാർലോയുടെ ജീവിതം സാക്ഷ്യം നൽകുന്നു. ഇന്നത്തെ ഒരു കൗമാരക്കാരന് വിശ്വാസം പ്രചരിപ്പിക്കുവാൻ തന്റെ കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിജീവിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നു. സാങ്കേതിക വിദ്യയിൽ കാർലോയ്ക്ക് ഒരു കഴിവുണ്ടായിരുന്നു. അത് വിനോദത്തിനായി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കുവാൻ അദ്ദേഹം തന്റെ കഴിവ് ഉപയോഗിച്ചു. ദിവ്യകാരുണ്യത്തിന്റെ കൂട്ടുകാരനായിരുന്നു വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസ്. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എന്റെ വഴിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ദിവസേന വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. ജപമാല ചൊല്ലി ദരിദ്രരെയും ആവശ്യക്കാരെയും സഹായിക്കുവാനുള്ള വഴികൾ പലപ്പോഴും കണ്ടെത്തി. തന്റെ രോഗത്തിന്റെ കഷ്ടപ്പാടിൽ അദ്ദേഹം ദിവ്യകാരുണ്യ ഈശോയോട് അടുത്തു നിന്ന് ഇപ്രകാരം പറഞ്ഞു: ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത കാര്യങ്ങളിൽ 1 മിനിറ്റ് പോലും പാഴാക്കാതെ ഞാൻ എൻ്റെ ജീവിതം നയിച്ചതിനാൽ ഞാൻ മരിക്കുന്നതിൽ സന്തോഷവാനാണ്. ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയരുമ്പോൾ ഈ കൊച്ചു വിശുദ്ധൻ വിശുദ്ധ കാർലോ അക്യൂട്ടസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുക. ദൈവസ്നേഹം പ്രചരിപ്പിക്കുവാൻ നിങ്ങളുടെ കഴിവുകൾ, സാങ്കേതിക വിദ്യകൾ പോലും ഉപയോഗിക്കുക. ദിവ്യകാരുണ്യത്തോടും പ്രാർത്ഥനയോടും അടുത്തു നിൽക്കുക. അതാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം. നിങ്ങളായിരിക്കുക. ഒരു പകർപ്പാകുന്നതിൽ തൃപ്തിപ്പെടരുത്. ദൈവം നിങ്ങളെ സൃഷ്ടിച്ച മാസ്റ്റർ പീസ് ആകുക. നന്ദി.